ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്കിതൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം എനിക്ക് എൻ്റെ അഭിപ്രായം, നമ്മുടെ അഭിപ്രായം പറയാനാണല്ലോ നമ്മുടെ ചാനലിൽ വരുന്നത്. ആദ്യം ഞാൻ ഇതൊന്നും ഇവിടെ പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒരു കുറച്ച് സെക്കൻഡ് ഞാനിതൊന്ന് കാണിക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ കമൻറ്റിലൂടെ. 16 വയസ്സുകാരിയെ ലോഡ്ജിൽ വെച്ച് പീഡിപ്പിച്ചെന്ന കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പിടിയിൽ. ഫിലിപ്പ് മമ്പാട് നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് ചേവായൂർ സ്വദേശിയായ 16 വയസ്സുകാരിക്ക് നേരെയായിരുന്നു അതിക്രമം. മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ് പ്രതി. 2025 സെപ്റ്റംബറിൽ നടന്ന ഒരു ലൈംഗികാതിക്രമ കേസിലാണ്, പോക്സോ കേസിലാണ് നിലവിൽ ഈ ഫിലിപ്പ് മമ്പാടിനെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതോടൊപ്പം തന്നെ കാസർകോട് കാഞ്ഞങ്ങാട് ഭാഗത്തും വെച്ച് ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നുള്ളതാണ് പരാതി എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി കേരളത്തിലെ നമ്പർ 1 മോട്ടിവേഷൻ സ്പീക്കറിൽ ഒരാളാണ് നമ്മുടെ ഫിലിപ്പ് മാമ്പാട് സാറ്. ഒരു സബ് ഇൻസ്പെക്ടർ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ ജോലി വേണ്ട, എനിക്ക് ഇത് മതി, ഈ ജനങ്ങളെ സ്നേഹിക്കാനും ജനങ്ങളോട് ഇടപഴകാനും ഇത് മതി, ഇതാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ജോലിയിൽ നിന്ന് വിരമിച്ചു പോകുന്ന ആളാണ് നമ്മുടെ ഫിലിപ്പ് മാമ്പാട് സാറ്. ഓക്കെ, നിലമ്പൂർക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ പോക്സോ പ്രകാരം 16 വയസ്സുള്ള കുട്ടിയെ ദിവസങ്ങളോളം അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗത്തുനിന്ന് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അത് അവിടുന്ന് നേരെ ഫോർവേഡ് ചെയ്ത് നമ്മളെ നിലമ്പൂരോട്ട്. അങ്ങനെ നിലമ്പൂർ പോലീസാണ് ഫിലിപ്പ് മമ്പാട് സാറിനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതത്ര ചെറിയൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ ആരും എടുക്കരുത് കേട്ടോ. കാരണം എന്താ അറിയോ, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നതാണ്. നിങ്ങളൊക്കെ കാണുന്നത് പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ചതിയല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തോ ഒരു ഗൂഢതന്ത്രം, ഗൂഢനീക്കം ഇതിൻ്റെ ബാക്കിലില്ലേ? അദ്ദേഹത്തെ പോലെ എന്താ പറയുക, ജനപ്രിയ നായകനായിട്ടുള്ള ഒരു ആളെ അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ ഫിലിപ്പ് സാറിനെ. കാരണം എന്താ വെച്ചാൽ ഒത്തിരി മോട്ടിവേഷൻ തന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. വലിയവർക്കും കുട്ടികൾക്കൊക്കെ സ്കൂളുകളിലൊക്കെ പോയിട്ട് നല്ല അന്തസ്സായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അങ്ങനത്തെ അദ്ദേഹത്തിനെ ഈ ഒരു കുറ്റകൃത്യം ചാർത്തിയിട്ട് പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഒരു ഗൂഢനീക്കം ഉണ്ടാവൂലേ? എനിക്കങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റിൽ എഴുതുക. കാരണം അദ്ദേഹം ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു ഓഫീസറാണ്. അത് മാത്രമല്ല ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യനാണ് അല്ലേ? ഈ ലോകത്തിൻ്റെ കിടപ്പും അതുപോലെ ഇന്നത്തെ ജനറേഷൻ മക്കൾ വളർന്നു വരേണ്ട രീതി, എങ്ങനെയാണ് മക്കൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുപോലൊരു കാര്യം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റയടിക്ക് മറുപടി പറയുന്നോ, അദ്ദേഹം ചെയ്തിട്ടുണ്ടാവില്ല. ഇതെന്തോ ഒരു ട്രാപ്പാണ്, ഒരു കെണിയിൽ പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹത്തെ എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരോടെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജോലി നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമേജിന് കോട്ടം തട്ടിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഈസി വേ എന്ന് പറഞ്ഞത് ഒരു ചെറിയ കൊച്ചിനെ കൊണ്ട് ആരോപണം ഉന്നയിപ്പിക്കുക എന്നുള്ളതാണ്. തെളിവും കാര്യങ്ങളൊക്കെ പിന്നെ കോടതിയിൽ തെളിയിപ്പിച്ചാൽ മതി. പക്ഷെ ആരോപണം ആർക്കും ആരുടെ പേരിലും ഉന്നയിക്കാം. അത് പോക്സോ പ്രകാരമുള്ള ആരോപണമാണെന്നുണ്ടെങ്കിൽ ഉടനടി അറസ്റ്റാണ്. അതിന് പിന്നെ ഇടതടവൊന്നുമില്ല. അത് പ്രതി എവിടെയുള്ള വെച്ചാൽ അവിടെ പോയി അറസ്റ്റ് ചെയ്യുക, FIR ഇടുക, റിമാൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് പോലീസ് പരിധിയിൽ കസ്റ്റഡിയിൽ വിട്ട് കിട്ടുമ്പോൾ മാത്രമാണ് കോടതിയിൽ വന്നിട്ട് നമ്മുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ളൊരു സമയം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ട്രാപ്പായിക്കൂടെ എന്നാണ് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ ഒരു ന്യൂസും ഈ ഒരു വാർത്തയും. ചില സമയങ്ങളിൽ വിശ്വസിക്കേണ്ടതായിട്ടും വരും. കാരണം നന്നായിട്ട് മോട്ടിവേഷൻ ചെയ്തിരുന്ന മാരിയോ ജോസഫ്, അദ്ദേഹത്തിൻ്റെ പത്നി നന്നായിട്ട് ജനങ്ങളെ മോട്ടിവേഷൻ ചെയ്തിരുന്ന ടീംസാണ്. അവർ എത്രത്തോളം ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയുക, ദാമ്പത്യ ജീവിതം തകർന്നു നിന്ന ആളുകളെ രണ്ടാമത് കൂട്ടി യോജിപ്പിച്ചുള്ള മനുഷ്യരാണ് അവർ, ഭാര്യയും ഭർത്താവും. പക്ഷെ അവർക്ക് ലാസ്റ്റ് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതല്ലേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ അല്ലേ? മോട്ടിവേഷൻ എന്ന ഒരു സംഭവത്തിലൂടെ പോകുന്ന ആളുകളുടെ ജീവിതത്തിൽ വരുന്ന പരാജയം അതും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം എന്താണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് റിയൽ അല്ല,
റിയൽ അല്ല റിയൽ ലൈഫ് എന്ന് പറഞ്ഞതുപോലെ അല്ലെ, റിയൽ ലൈഫ് വേറെ, ഇവരുടെയൊക്കെ റിയൽ ജീവിതം വേറെ. ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ആ ഒരു അസാധാരണമായിട്ടുള്ള മാറ്റം, ഇല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രകടനം, ഇതാണ് ശരിക്കും ഇവരുടെ റിയൽ ലൈഫ് എന്ന് തെറ്റിദ്ധരിച്ചു പോകുന്ന മണ്ടന്മാരും മൂടന്മാരുമായ പ്രേക്ഷകരായി മാറുകയാണ് നമ്മൾ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ബാഡ് ന്യൂസാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഫിലിപ്പ് മമ്പാട് സാറിനെ പോലത്തെ ഒരാൾ ഇതുപോലത്തെ ഒരു കുറ്റകൃത്യം ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും കേരള പോലീസ് നല്ല രീതിയിൽ ഇത് അന്വേഷിക്കണം. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിട്ട് ഇരുന്നിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കാര്യഗൗരവത്തിലെടുത്തിട്ട് നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. കുറ്റക്കാർ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അത് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ തന്നെ ആവും വേണം. അതല്ല ഇതൊരു കടുത്ത ആരോപണമാണ്, അതിൽ കഴമ്പൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെ അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് കളങ്കം ചാർത്തിയിട്ടുണ്ട്. സമൂഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിനെ താറടിച്ച് കാണിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ ന്യൂസ് മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തതിൽ കഴമ്പൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, തെളിവൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെയും തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോക്കടിയിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അടുത്ത വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.